സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഇടയ്ക്കിടെ ബാത്റൂമിൽ പോകുന്നത് ശ്രദ്ധിച്ച ക്ലാസ് ടീച്ചർ അവൾക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ ആയിരിക്കുമെന്ന് കരുതി സ്കൂൾ ഡോക്ടറുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. എന്നാൽ ഡോക്ടർ പരിശോധിച്ച ശേഷം ആ പെൺകുട്ടി ഗർഭിണിയാണെന്ന് ഞെട്ടിക്കുന്ന വിവരമാണ് പറയുന്നത്. ഇതറിഞ്ഞ സ്കൂൾ പ്രിൻസിപ്പൽ അവരുടെ അമ്മയെ സ്കൂളിലേക്ക് വിളിച്ചു വരുത്തുന്നു. കാര്യമറിഞ്ഞ അമ്മ ദേഷ്യം സഹിക്കാനാവാതെ എൻ്റെ കൺമുന്നിൽ വന്ന് നിൽക്കരുത്, എവിടെയെങ്കിലും പോയി ചത്തുതിലക്കാൻ മകളോട് പറഞ്ഞ് നിലവിളിക്കുന്നു. യഥാർത്ഥത്തിൽ അവളുടെ അച്ഛനും അമ്മയും വേർപിരിഞ്ഞ് ജീവിക്കുന്നവരാണ്. പെൺകുട്ടി അച്ഛൻ്റെ കൂടെയാണ് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം കാരണം അച്ഛനാണെന്ന് സ്കൂൾ പ്രിൻസിപ്പളും മറ്റുള്ളവരും തെറ്റായി വിചാരിക്കുന്നു. തുടർന്ന് അവർ അച്ഛനെ സ്കൂളിലേക്ക് വിളിച്ചു വരുത്തുകയും യാതൊരു അന്വേഷണവും കൂടാതെ അയാളെ കുറ്റക്കാരനാക്കി പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നു. അയാളുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും സ്വന്തം ഭാര്യ പോലും അയാളെ തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നു. തന്നെ ഒന്ന് കാണാൻ പോലും അനുവദിക്കാതെ അച്ഛനെ പോലീസ് കൊണ്ടുപോകുന്നത് കണ്ട് മകൾ അലറിക്കരയുന്നു. എന്നാൽ ആ സ്റ്റേഷനിലെ നല്ലവനായ ഇൻസ്പെക്ടർ അയാൾ നിരപരാധിയാണെന്ന് മനസ്സിലാക്കുകയും അയാളെ അവിടെ നിന്ന് വിട്ടയക്കുകയും ചെയ്യുന്നു. ഒരന്വേഷണവുമില്ലാതെ അച്ഛനാണ് തെറ്റ് ചെയ്തതെന്ന് കരുതി അയാൾ അപമാനിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി എന്ന് ചോദിച്ച് ഇൻസ്പെക്ടർ പ്രിൻസിപ്പലെ ശകാരിക്കുന്നു. യഥാർത്ഥത്തിൽ ആ സ്കൂളിലെ തന്നെ ഒരു സ്റ്റാഫാണ് ആ കുട്ടിയോട് ഈ ക്രൂരത ചെയ്തത്. ഇതറിഞ്ഞ അച്ഛൻ അയാളെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിക്കുന്നു. എന്ത് വലിയ പ്രശ്നമുണ്ടായാലും തൻ്റെ അച്ഛൻ അത് പരിഹരിക്കുമെന്ന ആ മകളുടെ വലിയ വിശ്വാസമാണ് ഒടുവിൽ ആ അച്ഛൻ കാത്തു സൂക്ഷിച്ചത്.